പഹൽഗാമിലെ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊന്ന ഭീകരന്മാരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ കണ്ടുപിടിക്കുമെന്നും അതിനുവേണ്ടി ഭൂമിയുടെ ഏതറ്റം വരെ പോകുമെന്നും അവർക്ക് ഓരോരുത്തരെയും പണിഷ് ചെയ്യുമെന്നും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ വീഡിയോ നിങ്ങൾ ഏവരും കണ്ടു. അതൊരു വൈറൽ വീഡിയോ ആണ്. ഇന്ത്യ വിൽ ഐഡന്റിഫൈ, ട്രാക്ക് ആൻഡ് പണിഷ് എവറി ടെററിസ്റ്റ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് കേൾക്കുന്ന ഒരു പാവം ഇന്ത്യയിലെ ഒരു സാധാരണ ഒരു പൗരൻ നിരായുധനായിട്ട് ഭീകരനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞാണല്ലോ, അപ്പൊ കേൾക്കണമല്ലോ. അതുകൊണ്ട് ആ ഭീകരനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ആ പാവപ്പെട്ട ഇന്ത്യൻ പൗരൻ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ്, കൈയും കാലമൊന്നുമില്ല, എഴഞ്ഞെഴഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് റോ ചേട്ടൻ ഭീകരൻ എവിടെ ഉണ്ടാകുമെന്നൊരു സൂചന ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിനൊക്കെ അന്വേഷിച്ച് ഈ പാവപ്പെട്ടവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭീകരൻ വെടിവയ്പ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന മാളത്തെപ്പറ്റി റോ ചേട്ടൻ പറഞ്ഞ അടയാളം ഏകദേശം കൃത്യമായിട്ടെത്തി. അങ്ങനെ ഒരു മാളം കണ്ടു. ആ മാളത്തിലോട്ട് ഈ പാവപ്പെട്ടവൻ ഇറങ്ങുകയാണ്. ചിലപ്പോൾ ഒരു എലി ആയിരിക്കും അതിനകത്തിരിക്കുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും റോ ചേട്ടന്റെ വാക്യകത്ത് എന്തോ തടഞ്ഞു. 140 करोड़ भारतीयों की इच्छा शक्ति अब आतंकी आकाओं की कमर तोड़ कर रहेगी. രാജേട്ടനെ കടിച്ചു എന്ന് തോന്നുന്നു. റായുടെ ഏജന്റ് ഇങ്ങനെ പൊളഞ്ഞിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോവുകയാണ്. ആ ചേട്ടൻ ഇതാ വെളിയിലോട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടന്റെ കയ്യിൽ ഒരു ചെറിയ പ്രൈസ് ക്യാച്ച് ഉണ്ട്. പുള്ളിക്കാരന്റെ പേര് അൽത്താഫ് ആണ്. അൽത്താഫ് ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ്. അൽത്താഫ് വെടിവയ്പ്പൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് ഇരിക്കുകയായിരുന്നു. ആ അൽത്താഫ് താണ്ട് വെളിയിലോട്ട് വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആയുധമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ആ ഭീകരനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ പാവപ്പെട്ട ലഷ്കർ ഇ കമാൻഡർ ചെറുതായിട്ടൊന്ന് വിഴുങ്ങി. ഭീകരനുണ്ടോ റോച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും ഭീകരന്റെ അറിവ് കിട്ടുകയാണെങ്കിൽ ഈ റാച്ചേട്ടന്മാര് ഈ പാവപ്പെട്ടവന് അറിവ് കൊടുക്കുക. നന്ദി, നമസ്കാരം. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times.